എന്റെ പറ്റി ഇപ്പോഴും പബ്ജി കളിച്ചിരിക്കുക കുഞ്ഞി പിള്ളേരെ പോലെ എന്ത് മനുഷ്യന് ഇവരെ പോയി പിന്നെ പടം കാണാ കുറങ്ങില്ലേ ആ സ്ക്രിപ്റ്റിന്റെ ഒരു ലേ ഔട്ട് വരുമ്പോ തന്നെ നാളെ പോയി കാണാം. നീ നാളെ കാണുമ്പോണ്ടോ? എടാ എന്നെ കാണാൻ പോകുന്നു വേണ്ട, ഞാൻ കഥ പറയാം. കഥ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആണ്. ആ ക്ലൈമാക്സ് പുറത്ത് ഞാൻ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എടാ ഞാൻ പറഞ്ഞ ക്ലൈമാക്സ് ക്രിഞ്ച് ക്രിഞ്ച് അല്ല ക്രിഞ്ചല്ല. അയ്യോ എടാ എൻ്റെ പപ്സ് ശരിയല്ലടാ. ഈ സ്റ്റോക്കേസ് എന്തോ എന്തോ കംപ്ലൈന്റ്. ഒരു 5 മിനിറ്റ് ഞാൻ അതല്ല സ്റ്റൊമക്ക് കംപ്ലൈന്റ് എടാ അത് പിന്നെ പറഞ്ഞ ഈ നേരത്തിന് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് വേണോടെ ഞാൻ 5 മിനിറ്റ് ഞാൻ കണ്ടില്ലേ? ഇതുപോലെയുള്ള കുറച്ച് മിസ്റ്റേക്സ് നമ്മൾ ഡെയിലി വരുത്താറുണ്ട് അല്ലേ? ഇവിടെ ശരിക്കും വയറ് കംപ്ലൈൻ്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ ഐ ഹാവ് എ കംപ്ലൈൻറ്റ് ഇൻ മൈ സ്റ്റൊമക്ക് എന്നല്ല പറയേണ്ടത്, മറിച്ച് മൈ സ്റ്റൊമക്ക് ഹേർട്സ് എന്നോ അല്ലെങ്കിൽ ഐ ഹാവ് എ സ്റ്റൊമക്ക് പെയിൻ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയേണ്ടത്. ഇതുപോലെയാണ് നമ്മൾ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നത് നേരെ ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ മൈ ഫോൺ ഇസ് കംപ്ലൈൻറ്റ്, അത് തെറ്റാണ്. പകരം എന്താ പറയുക, ഐ ഹാവ് എ ഇഷ്യൂ വിത്ത് മൈ ഫോൺ, അല്ലെങ്കിൽ മൈ ഫോൺ ഹാസ് എ ഇഷ്യൂ, അല്ലെങ്കിൽ മൈ ഫോൺ ഇസ് നോട്ട് വർക്കിംഗ് എന്നൊക്കെയാണ് പറയേണ്ടത്. ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് വാക്കുകളുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. ഇവിടെ നമ്മൾ ഫോൾട്ട് എന്ന അർത്ഥത്തിലാണ് കംപ്ലൈൻറ്റ് എന്ന വേർഡ് മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോൾ അതല്ല, പരാതി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇതിപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ യങ് ബ്രദർ വരുന്നു എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ചെറിയച്ഛൻ എന്ന് പറയും അല്ലേ? ഈ ചെറിയച്ഛൻ എന്ന വേർഡ് നമ്മൾ മൈ സ്മോൾ ഫാദർ എന്നാണോ ഇംഗ്ലീഷിൽ പറയുക? അല്ലല്ലോ. അപ്പം ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ 2 കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കെയർഫുൾ ആവണം. സോ ഇതുപോലെ ഓരോ ടിപ്സും ട്രിക്സും ഒക്കെ പഠിച്ച് നമുക്ക് ഇനിയും കാണാം.